ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 86 ഭാരതയുദ്ധം ശ്ലോകം 7. ഭക്തോത്തം സേഥ ഭീഷ്മേ തവ ധരണി ഭരക്ഷേപകൃത്യൈകസക്തേ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ. നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാലീവാധാവൻ പ്രാഞ്ജലിം തം നതശിരസമഥോ വീക്ഷ്യമോദാതപാഗ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭക്തോത്തം സേഥ ഭീഷ്മേ തവ ധരണി ഭരക്ഷേപ കൃത്യൈക സക്തേ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃത് അയുധം പ്രാപ്തസാദേ ച പാർത്ഥേ. നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹത് അരിവരം ധാരയൻ ക്രോധശാലീവ ആധാവാൻ പ്രാഞ്ജലീം തം നത ശിരസം അഥോ വീക്ഷ്യ മോദാത് അഭാഗ. അർത്ഥം: അഥ അനന്തരം തവ അവിടുത്തെ ഭക്തോത്തംസേ ഭക്താഗ്രണ്യനായ ഭീഷ്മേ ഭീഷ്മൻ ധരണിഭരക്ഷേപ കൃത്യൈക സക്തേ ഭൂമിയുടെ ഭാരം മാറ്റുന്ന കാര്യത്തിൽ മാത്രം താൽപ്പര്യമുള്ളവനായി നിത്യം നിത്യം ഓരോ ദിവസവും അവനിഭൃതയുധം 10,000 വീതം രാജാക്കന്മാരെ വിഭിന്ദതി കൊന്നുകൊണ്ടിരുന്നപ്പോൾ പാർത്ഥേച്ച അർജുനനും പ്രാപ്തസാദേ തളർന്നപ്പോൾ നിശസ്ത്രത്വപ്രതിജ്ഞം ആയുധം ധരിക്കുകയില്ലെന്നുള്ള പ്രതിജ്ഞയെ വിജഹാത് ഉപേക്ഷിച്ചു അരിവരം ശ്രേഷ്ഠമായ സുദർശന ചക്രത്തെ ധാരയൻ എടുത്തവനായിട്ട് ക്രോധശാലി ഇവ കോപമേറ്റവനെ പോലെ അഥാവൻ ഓടിയെടുത്തിട്ട് അഥ പിന്നീട് പ്രാഞ്ജലിം കൂപ്പുകൈയോടെ നതശിരസം തല കുനിച്ചവനായ തം ആ ഭീഷ്മരെ വീക്ഷ്യ കണ്ടിട്ട് മോദാത് സന്തോഷത്താൽ അഭാഗ പിന്തിരിഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഭക്തോത്തംസേ അഥ ചേർത്ത് ചൊല്ലുമ്പോൾ ഭക്തോത്തംസേഥ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ധ എന്നുള്ളതും ഭീഷ്മേ ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തവ ധരണി ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭരക്ഷേപ ഭ എന്നുള്ള അക്ഷരം അതേപോലെ ക്ഷേ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൃത്യൈക സക്തേ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃത് ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭൃത് എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അയുധം പ്രാപ്തസാദേ ച പാർത്ഥേ ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിശസ്ത്രത്വ നിശ 2 ശാന്നുണ്ട്. നിശസ്ത്രത്വ പ്രതിജ്ഞാം വിജഹത് അരിവരം ധാരയൻ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ക്രോധശാലീവ ക്രോധ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആധാവാൻ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. പ്രാഞ്ജലീം ജ എന്നുള്ളത് ഞാൻ ജ എന്നാണ്. തം നത ശിരസം അഥോ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വീക്ഷ്യ ക്ഷ്യ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മോദാത് അഭാഗ നീട്ടിയിട്ട് വിസർഗം. ഭക്തോത്തംസേഥ ഭീഷ്മേ തവ ധരണി ഭരക്ഷേപ കൃത്യൈക സക്തേ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃതയുധം പ്രാപ്തസാദേ ച പാർത്ഥേ. നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ
ക്രോധശാലീ വാധാവൻ പ്രാഞ്ജലിം തം നതശിരസമഥോ വീക്ഷ്യ മോദാതഭാഗാ. അടുത്തത് 8ാമത്തെ ശ്ലോകം. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിതരവിമഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത്. ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിര രണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിത രവി മഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷീത്. അർത്ഥം. ദ്രോണസ്യ ദ്രോണാചാര്യൻ്റെ യുദ്ധേ യുദ്ധത്തിൽ ഹസ്തിസ്ഥിരരണ ഭഗദത്തേരിതം ആനപ്പുറത്തുറച്ചിരുന്നു യുദ്ധം ചെയ്യുന്ന ഭഗദത്തൻ തൊടുത്തുവിട്ട വൈഷ്ണവാസ്ത്രം നാരായണാസ്ത്രം ഭവാൻ അവിടുന്ന് വക്ഷസി മാറിൽ ആധത്ത വഹിച്ചു ചക്രസ്ഥഗിതരവി മഹാ ചക്രം കൊണ്ട് മറയ്ക്കപ്പെട്ട സൂര്യതേജസ്സോടു കൂടിയ സിന്ധുരാജം ജയദ്രഥനെ പ്രാർത്ഥയത് അർജുനനാൽ കൊല്ലപ്പെട്ടവനാക്കിക്കുന്നവനായ നാഗാസ്ത്രം കർണമുക്തെ കർണൻ പ്രയോഗിച്ചപ്പോൾ ക്ഷിതിം അവനമയൻ ഭൂമിയെ കീഴോട്ടമർത്തിയിട്ട് തത്രാപി അവിടെയും ആ സന്ദർഭത്തിലും പാർത്ഥം അർജുനനെ കേവലം കൃത്തമൗലിം കിരീടം മാത്രം മുറിക്കപ്പെട്ടവനായി തത്രേ രക്ഷിച്ചു പാണ്ഡവാനാം പാണ്ഡവന്മാർക്ക് ഇഹ ഇവിടെ കിം എന്താണ് ന അകാർഷീത് ചെയ്യാതിരുന്നിട്ടുള്ളത്. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യുദ്ധേ ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്രോണസ്യ ഹസ്തി താന്നാണേ ഒട്ടും ഉറപ്പിക്കേണ്ടത് ഹസ്തി. സ്ഥിര എന്നുള്ളതിൻ്റെ സ്ഥി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിക്കണം. രണ ഭഗദത്തേരിതം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത വക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ചക്രസ്ഥഗിത സ്ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രവി മഹാ നീട്ടിയിട്ട് വിസർഗം. പ്രാർത്ഥയത് ദ എന്നുള്ളത് 2 ഉണ്ട്. പ്രാർത്ഥ ഒന്ന് മെല്ലെ ഊന്നി പറയണം. സിന്ധുരാജം ന്ധു നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം ഥം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കിമിവ നഹി ഭവാൻ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. പാണ്ഡവാനാം അകാർഷീത്. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരരണഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിതരവിമഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകാർഷീത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.